അളിയ നീയായിരുന്നാ എന്തേ? ഞാനേ നമ്മുടെ ഐഫോൺ 17 സീരീസിലെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമെന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കണായിരുന്നു. അപ്പതാ അറിഞ്ഞത് ഇനിയിപ്പോ സെപ്റ്റംബർ മാസം നമ്മുടെ ഐഫോണിന്റെ തന്നെ 18 സീരീസ് ഒക്കെ ലോഞ്ച് ആകാൻ പോണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച അതിന് പകരം 18 സീരീസ് എടുക്കണല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന്. പിന്നെ അത് തന്നെ ബെറ്റർ. 18 അല്ല, ഏതെടുക്കാനാണ് പ്ലാൻ? അത് പറയാൻ പറ്റില്ല, സമയത്തുള്ള കയ്യിലെ ബഡ്ജറ്റ് പോലെ ഇരിക്കും. പക്ഷെ മിക്കവാറും 18 എടുക്കാനാണ് ചാൻസ്. ഓ, സാറപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഈ വർഷം വെറും 18 ഇല്ല, 18 പ്രോയും പ്രോ മാക്സും മാത്രം വരുന്നുള്ളൂ. അത് ഇവിടത്തെ പരിപാടിയാണ്. ഈ ഒരു വെറും 17 സീരീസ് കൂടുതലായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ പരിപാടിയൊക്കെയാണ്. പണ്ടായം മനുഷ്യനൊരു ഫോൺ എടുക്കാന്നൊക്കെ ആശിവന്നപ്പോ ഇനിയിപ്പോ 18 പ്രോയോ വല്ലോ നോക്കാം. മനോഹരമായ തീരുമാനം. ഇത്തവണ വരാൻ പോണ മറ്റേ 18 സീരീസിൽ കുറെ കിടിലൻ അപ്ഗ്രേഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നൈസാണത്. പിന്നെ വരുമല്ലോ, എല്ലാ വർഷവും ഫോൺ ഇറങ്ങാൻ നേരത്തെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു അപ്ഗ്രേഡുകൾ വന്നത് സ്വാഭാവികം, ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തൊക്കെയായിരിക്കും 18 പ്രോ സീരീസിലൊക്കെ അപ്ഗ്രേഡ്സ് വരുന്നത്? ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞ മറ്റേ നമ്മുടെ ഐഫോണിൽ വരുന്ന ഡൈനാമിക് ഐലൻഡ് ഇല്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാൻ പോണേ നേരത്തെക്കാളും. അതെന്തായാലും നന്നായി. സംഗതി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെങ്കിലും ഈ സിനിമ കാണുമ്പോഴും പിന്നെ ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഈ കുറി വരച്ചേക്കണ പോലെ വന്നേക്കണ എന്തൊരു വൃത്തികേടാ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹലോ, അതെടുത്ത് കളയണമൊന്നുമില്ല. ആ തലക്കുറി ഒന്ന് ചെറുതാക്കും, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ആ പാള പോലെ ഇരിക്കണ ഐലൻഡിനേക്കാളും ഭേദം അത് കുഞ്ഞാക്കി കഴിഞ്ഞാൽ അത്ര നല്ലത് അല്ല. അതല്ലാണ്ട് ഡിസൈൻ ചേഞ്ച് ഒന്നും കാണൂലായിരിക്കും അല്ലേ? ഓ, അത് നീ പറയണ പോലെ ഡിസൈനിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. സെയിം മറ്റേ അലൂമിനിയം ബോഡി ഇതൊക്കെ ആയിരിക്കും. പക്ഷെ 4 കിടിലം കളേഴ്സ് വരുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ പോണ 18 സീരീസിന്റെ കളേഴ്സ് ഒക്കെ? ഇത്തവണ വരാൻ പോണത് മെയിൻ കളറായിട്ട് വരാൻ പോകുന്ന ഒരു ഡാർക്ക് ചെറിയൊരു ബർഗണ്ടി പോലത്തെ ഒരു കളറ്, അതാണ് വരാൻ പോകുന്നത്. അതാണ് ഇത്തവണത്തെ ഹീറോ കളറ്. പിന്നെ ഒരു ഡാർക്ക് ഗ്രേ കളർ ഉണ്ട്. എനിക്ക് തോന്നണം മറ്റേ നമ്മുടെ പഴയ സ്പേസ് ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ ഓർക്കണ്ടേ, അതുപോലത്തെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഡാർക്ക് ആയിട്ടുള്ള കളർ ആയിരിക്കാം. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളർ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോലത്തെ മറ്റേ ഒരു സിൽവർ കളർ ഇല്ലേ, സെയിം. ഡാർക്ക് ചെറിയ കളറാണല്ലേ മെയിൻ ആയിട്ട് വരുന്നത്. അത് കണ്ടിട്ട് കൊള്ളാം. ചിപ്സെറ്റ് A19 A20 ആക്കണത്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, പിന്നെ അങ്ങനെയാണല്ലോ ശീലം. A20 പ്രോ ആയിരിക്കും അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വരാൻ പോണ പുതിയ A20 പ്രോ എന്ന് പറയുന്ന പ്രോസസ്സർ ഉണ്ടല്ലോ, മറ്റേ 2 നാനോമീറ്റർ പ്രോസസ്സറാ. നല്ല കിടിലം പീക്ക് പെർഫോമൻസ് ആയിരിക്കും സംഭവം. ഇപ്പൊ 2 നാനോമീറ്റർ ആണെങ്കിലും സാധാരണയാണെങ്കിലും ആപ്പിൾ ഓൾറെഡി പെർഫോമൻസിന്റെ കാര്യത്തിൽ പീക്കാണല്ലോ. പിന്നെ നിന്റെ മറ്റേ WWDCയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൽ കണ്ടേക്കണ iOS 27 എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ ഇതിന്റെ അകത്ത് ഇനി എന്തായാലും വരും. അതെന്തായാലും ഉറപ്പല്ലേ. പുതിയ iOS 27 വരാൻ പോണ്. പിന്നെ പുതിയ സിറി, പുതിയ ആപ്പിൾ ഇന്റലിജൻസ്, അങ്ങനെ ആപ്പിളിന് ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത്, ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയതുമായിട്ടുള്ള കാര്യമുള്ള അവരുടെ മറ്റേ AI കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ജെമിനി ആയിട്ട് നല്ല ടൈപ്പിലായതുകൊണ്ട് അവരുടെ ആ ജെമിനെ തന്നെ ഒന്ന് ഇതായിട്ട് കൊളാബാക്കി സെറ്റാക്കി സംഭവം. ഇതാണ് പറയണത്, ഗതി കിട്ടാ പുലി പുല്ലും തിന്നുവന്ന്. എന്ത്? ഒന്നുമില്ല, ഒരു പരഞ്ചൊല്ലു പറഞ്ഞതാ. ഡിസ്പ്ലേ സാംസങ് തന്നെയല്ലേ? അയ്യോ, ഇത്തവണ ഡിസ്പ്ലേ മാത്രമല്ല സാംസങ്. ഇത്തവണ നമ്മുടെ ക്യാമറയുടെ ഉള്ളിൽ ഒരു വേരിയബിൾ അപ്പർച്ചർ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതിന്റെ മെയിൻ സെൻസർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മുടെ സാംസങ്. സംഭവം കൊള്ളാം. അല്ല, ഇതിന്റെ എന്താണ് ഇതിപ്പോ വന്നേക്കണോണ്ടുള്ള ഗുണം? ക്യാമറയിൽ എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും വരുന്നത്? ആ ഒരു സംഭവം വരാൻ നേരത്തെ, അതായത് നമ്മുടെ ക്യാമറയിലോട്ടുള്ള ലൈറ്റ് അബ്സോർപ്ഷന്റെ സംഭവമില്ല, അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് നല്ല കിടിലം ഫോട്ടോസ്, പോർട്രേറ്റ്സ് ഒക്കെ നല്ല ഫീ ലെവലിലായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല കിടിലം വീഡിയോസ് എടുക്കാൻ പറ്റും. അത്രക്ക് നൈസ് ആയിരിക്കും. അല്ല, 14 മെഗാ പിക്സലിന്റെ സെയിം ഇത് തന്നെയാണോ വരുന്നത്? അതോ സാംസങ്ങിന്റെ സെൻസർ വന്നെ പ്രമാണിച്ച് ഇനി 200 മെഗാ പിക്സൽ വല്ലതും? 200 മെഗാ പിക്സലൊന്നും വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ പഴയ 48 മെഗാ പിക്സൽ തന്നെയാണ്. പിന്നെ ഈ അപ്പർച്ചർ അഡ്ജസ്റ്റ്മെന്റ് ആ സംഭവമില്ലേ, അത് മെയിൻ സെൻസർ ആയിട്ടാണ് വെച്ചേക്കുന്നത്, മെയിൻ ക്യാമറയിലാണ് വരുന്നത്. ഇത്ര നാള് 48 മെഗാ പിക്സൽ വെച്ച് തകർത്ത് വാരി ഐറ്റം അല്ലേ? അപ്പൊ പിന്നെ അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. അല്ല, ബാറ്ററി ബാക്കപ്പും സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ വല്ല മാറ്റം ഉണ്ടോ, അതോ പഴയത് തന്നെയാണോ? കഴിഞ്ഞ വർഷത്തിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയ ബാറ്ററി ആയിരിക്കും നമ്മുടെ പ്രോയും പ്രോ മാക്സിലും വരാൻ പോകുന്നത്. അപ്പൊ ഫോണിന്റെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണല്ലേ? അത് പിന്നെ വെയിറ്റ് എന്തായാലും കൂടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വലിയ ബാറ്ററിയുമാണ്. പോരാത്തതിന് പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ വെയിറ്റ് കൂട്ടിയതെന്ന് ഓർക്കുമ്പോൾ ആശ്വാസം.
റൈറ്റ്. അല്ല മറ്റേ കഴിഞ്ഞ തവണ ഇറങ്ങിയ മറ്റേ ഐഫോൺ എയർ എന്ന് പറയുന്ന ഫോണില്ലേ, മറ്റേ സ്ലിമ്മസ്റ്റ് ഫോൺ എന്നൊക്കെ പറഞ്ഞിറങ്ങിയത്, അതിന്റെ സെക്കൻഡ് ജനറേഷൻ എയർ 2 അങ്ങനെ എന്തോ പറഞ്ഞ് ഇറങ്ങാൻ പോണെന്ന് കേട്ടല്ലോ, അത് ഇറങ്ങുമോ? എയർ 2 ഈ വർഷം ഇറങ്ങുമെന്നും പറഞ്ഞായിരുന്നു അത് നിന്നേച്ചത്. പക്ഷെ അതിനെ നൈസായിട്ട് 2027 തട്ടിയിട്ടുണ്ട്. പക്ഷെ പകരം ഈ വർഷം മറ്റേ ഐഫോണിന്റെ ഫോൾഡ് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്, ഐഫോൺ അൾട്ര. ഫോൾഡ് ഇറങ്ങുന്ന കാര്യം ഞാൻ ഈ റൂമേഴ്സ് പോലെയൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. നമ്മുടെ സാംസങ്ങിന്റെ ഫോൾഡ് പോലത്തെ ഫോൾഡ് അല്ലേ, വേറൊരു ടൈപ്പ് ഫോൾഡ് ആണെന്ന് തോന്നുന്നല്ലേ. സാംസങ്ങിന്റെ ഫോൾഡ് ഫോൺ ഇതാണെങ്കിൽ ഐഫോണിന്റെ ഫോൾഡ് ഫോൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ കോമൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിന് ഇനി വരാൻ പോണ ഫോൾഡ് ഇല്ലേ, അത് ഇങ്ങനത്തെ ഫോൾഡ് ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ ഐഫോണിന്റെ പോലത്തെ ഇങ്ങനെ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ടൈപ്പ് ഫോൾഡ് ഇല്ലേ, അതും ഇറക്കാൻ പോകുന്നുണ്ട്. 2 ഫോൾഡ് ഫോൺസ് തവണ സാംസങ്. മിക്കവാറും 2 ലക്ഷത്തിന് മേലെ ആയിരിക്കും ഇതിന്റെ വില. അത് പിന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. ഇതിന്റെ കോൺസെപ്റ്റും ഡിസൈനെ പറ്റി കേട്ടപ്പോഴേ വിചാരിച്ചാണ് ഇത്രയൊക്കെ ആകുമെന്ന്. അല്ല വേറൊരു കാര്യം, നമ്മുടെ ഈ 18 പ്രോയും പ്രോ മാക്സ് ഒക്കെ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഇറങ്ങണ നമ്മുടെ 17ന്റെ അതേ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഈ വരാൻ പോണ ഐഫോണുകളുടെ വിലയൊക്കെ ഡബിൾ ഇരട്ടി ആയിരിക്കും എന്നാണ് കഴിഞ്ഞ തവണ WWDC ടിമ്മണ്ണൻ പറഞ്ഞിട്ട് പോയത്. അപ്പൊ 18 പ്രോയും പ്രോ മാക്സ് എടുക്കണമെന്നുള്ള സ്വപ്നത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ 17 സീരീസിലെ ഏതെങ്കിലും ഫോൺ എടുക്കണമായിരിക്കും നല്ലത് അല്ലേ? അത് തന്നെ ആയിരിക്കും നല്ലത്. അല്ല ഈ എടുത്തിയാടാൻ നിൽക്കണ്ട, 18 സീരീസ് എന്തായാലും ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ഇനിയിപ്പൊ എങ്ങാനും ബിരിയാണി കിട്ടിയാല ഞാൻ 18 സീരീസ് നോക്കണല്ല, 17 സീരീസ് തന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. 17 സീരീസ് കീ ജയ്.